നമസ്കാരം. പെൻറ്റഗൺ പുതിയ ഡിഫൻസ് സ്ട്രാറ്റജി പ്രഖ്യാപിച്ചു. അമേരിക്കയ്ക്ക് പൊട്ടിക്കരയുകയായിരുന്നു ഇതിലും ഭേദം എന്ന് തോന്നിപ്പോയി. അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ചൈനയുമായിട്ട് വലിയ ശത്രുതയുടെയൊന്നും ആവശ്യമില്ല. നാറ്റോ രാജ്യങ്ങൾ അവരവരുടെ സുരക്ഷ അവരവർ തന്നെ നോക്കണം. ഇനി അമേരിക്കയുടെ ഫണ്ട് ഉപയോഗിച്ച്, അമേരിക്കയുടെ നികുതി പണം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾക്ക് സുരക്ഷയൊരുക്കി കൊടുക്കുവാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ദക്ഷിണ കൊറിയയും ജപ്പാനുമൊക്കെ അവരവരുടെ സുരക്ഷ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പറയാതെ പറയുന്ന കാര്യം, ഇന്ത്യയോടും വലിയ ചങ്ങാത്തമൊന്നും വേണ്ട എന്ന തരത്തിൽ. ഇനി ഇസ്രായേലിനോട് ഒരല്പം സഖ്യമൊക്കെ ആകാം എന്ന തരത്തിലും ഈ പോളിസി മുന്നോട്ട് പോകുന്നു. എന്തായാലും അമേരിക്കയുടെ ശക്തി ചോർന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. വ്യാപാര കരാറിനെ വ്യാപാര വിഡ്ഢിത്തം എന്നൊക്കെയാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞത്. അത്തരത്തിൽ വലിയ ഗൗരവത്തോടു കൂടിയാണ് അവരിതിനെ നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ ശക്തി അമേരിക്കയെ പഴയതുപോലെ ഭയക്കുന്നില്ല ലോകം എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ് ഇപ്പോൾ അമേരിക്ക. അത്തരത്തിൽ സത്യമാണ്, വാസ്തവമാണ്. അമേരിക്കയെ എന്തിനാണ് ഭയക്കേണ്ടതിൻ്റെ കാര്യം? അമേരിക്കയ്ക്കൊപ്പം തന്നെ അമേരിക്കയ്ക്ക് തുല്യമായ രീതിയിലുള്ളൊരു ശക്തിയായിട്ട് ഭാരതം മാറുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മൾട്ടിപോളാർ ലോകത്തിലേക്ക് ലോകം മാറുന്നുണ്ട്. അത്തരത്തിലൊരു ലോകവ്യവസ്ഥിതിയിൽ അമേരിക്കയ്ക്ക് എന്ത് പ്രാധാന്യമാണ്? ഡോളറിൻ്റെ ഒരു അപ്രമാദിത്വം തന്നെ അവസാനിക്കാൻ പോകുന്നു. പല രാജ്യങ്ങളും അവരവരുടെ ലോക്കൽ കറൻസികളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ എണ്ണ വ്യാപാരം നടത്തുന്നത് റൂബിൾ വെച്ചിട്ടാണ്. ഇനി ഇന്ത്യയും ഇറാനും തമ്മിൽ വ്യാപാരം നടത്തുന്നത് രൂപ വെച്ചിട്ടാണ്. അങ്ങനെ പല രാജ്യങ്ങളും അവരവരുടെ കറൻസികൾ വെച്ച് തന്നെ വിനിമയങ്ങൾ നടത്തുന്ന, വാണിജ്യം നടത്തുന്ന ഈ കാലത്ത് അമേരിക്കയെ എന്തിനാണ് ലോകം ഭയക്കേണ്ടതിൻ്റെ കാര്യം? അപ്പോൾ അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയ്ക്ക് പ്രാധാന്യം, അമേരിക്ക തന്നെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ആയിക്കോട്ടെ, എന്തിനാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇപ്പോൾ ഈ അടുത്ത സമയത്തും വെനസ്വേലയിലേക്ക് കയറി അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്തു. ഒക്കെ വളരെ വലിയ രീതിയിൽ, മോശമായ രീതിയിലുള്ളൊരു പ്രവണത തന്നെ. ഇത്തരം സാമ്രാജ്യത്വ നയങ്ങൾ അവസാനിപ്പിക്കുക തന്നെ വേണം. ഗ്രീൻലാൻഡിലേക്ക് കടന്നു കയറി. അതോടുകൂടിയാണ് ഡെൻമാർക്ക് ശത്രുതയിലേക്ക് വന്നത്, യൂറോപ്പ് ശത്രുതയിലേക്ക് മാറിയത്. അമേരിക്കയെ ലോകം വെറുത്തു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യമായതിനെ തുടർന്ന് ആണ് ഈ പെൻറ്റഗൺ പുതിയ ഡിഫൻസ് നയമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു, പ്രതിരോധ നയമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, അമേരിക്കയുടെ പോളിസി തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അമേരിക്ക ഫസ്റ്റ് തന്നെ ആയിക്കോട്ടെ. അമേരിക്കയ്ക്ക് അത് ഇന്ത്യക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ചൈനയുടെ കാര്യമെടുത്താൽ, ചൈനയും ഏറെക്കുറെ സാമ്പത്തികമായും ചൈനയുടെ അടിത്തറ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. ആണവ രഹസ്യം ചോർന്നു, അമേരിക്കയ്ക്ക് ചോർത്തി നൽകിയത് അവിടുത്തെ സേനാ മേധാവികളിൽ ഒരാൾ തന്നെയാണ്. ഇനി അവിടെ തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂപപ്പെടുന്നു, പല രീതിയിലുള്ള വിഘടനവാദങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് അറിയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ പല രീതിയിലുള്ള ചേരുതിരിവിൽ ഉണ്ടായിരിക്കുന്നു. ഷീ ജിൻപിങ്ങിന് നേരെ അവർ തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ വലിയ വെല്ലുവിളിയാണ് ചൈനയും നേരിടുന്നത്. ഇങ്ങനെ ഒരു ലോകക്രമത്തിൽ അമേരിക്കയും ചൈനയുടെയും പ്രാധാന്യമൊക്കെ കുറഞ്ഞ് വരികയാണ്. ഇനി പുതിയ രീതിയിലുള്ള ഒരു മൾട്ടിപോളാർ ലോകത്തിലേക്ക് ലോകം ചുവട് വെച്ച് കഴിഞ്ഞു. ഇന്ത്യ അതിൻ്റെ നെടുനായകത്വത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചന കൂടി ആയിട്ട് വേണം ഇതിനെയൊക്കെ കണക്കാക്കുവാനായിട്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.